بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. اللهم يا حي يا قيوم برحمتك نستغيث أصلح لنا إلهنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഈ മജ്ലിസിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ബിദ്അത്തുകൾ, അതിൻ്റെ അപകടവും ഗൗരവവും. അതെത്രമേൽ ദീനിൽ ഗുരുതരമായ തെറ്റുമാണ് എന്ന് സൂചിപ്പിക്കുന്ന ചില അടിസ്ഥാന നിയമങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ തൽക്കാലം ഉസൂലു സലാസ അതിൻ്റെ വിശദീകരണം ഈ ആഴ്ചത്തേക്ക് മാറ്റിവെക്കണം. സാന്ദർഭികമായി പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ മാസം നമ്മുടെ നാട്ടിൽ വലിയ ബിദ്അത്തുകൾ ആളുകൾ ആചരിക്കുന്നത് വർഷം തോറും അതിൻ്റെ കടുപ്പവും വീര്യവും കൂടി വരുന്ന സാഹചര്യമാണ്. ഈ സമയത്ത് സുന്നത്തിൻ്റെ ആളുകൾ ഇത്തരം ബിദ്അത്തുകളെ ശക്തമായി എതിർക്കുകയും താക്കീത് ചെയ്യേണ്ടവരായിട്ടുള്ള ആളുകൾ ഇതിൻ്റെ ഗൗരവം ആവർത്തിച്ചോർക്കൽ നിർബന്ധമാണ്. പണ്ഡിതന്മാർ ഇത്തരം സന്ദർഭങ്ങളിൽ അതാവർത്തിച്ചോർമ്മപ്പെടുത്താറുള്ളതുമാണ്. ആദ്യമായി, എന്താണ് ബിദ്അത്ത്? ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ഡിതന്മാർ അതിനെ നിർവചിച്ചു: البدعة هي كل أمر محدث في الدين من عقيدة أو عمل. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ദീനിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന ഏതൊരു വിശ്വാസവും പ്രവർത്തനവും, ഇതിനാണ് ബിദ്അത്ത് എന്ന് പറയാം. ദീനിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന അല്ലാഹുവിൻ്റെ റസൂലിനോ സ്വഹാബത്തിനോ സലഫു സ്വാലിഹുകൾക്കോ പരിചയമില്ലാത്ത വിശ്വാസപരമാകട്ടെ പ്രവർത്തനങ്ങളാകട്ടെ അനുഷ്ഠാനങ്ങളാകട്ടെ, ഇതിനാണ് ബിദ്അത്തുകൾ എന്ന് പറയാം. ഉദാഹരണത്തിന്, വിശ്വാസപരമായി സംഭവിക്കുന്ന ബിദ്അത്തുകൾക്ക് ഉദാഹരണം ഖവാരിജികളുടെ വിശ്വാസം പോലെ വൻപാപങ്ങൾ സംഭവിച്ചവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, അവൻ കാഫിറാണ്. ഇത് വിശ്വാസരംഗത്തുള്ള ബിദ്അത്താണ്. കുഫ്ർ സംഭവിക്കാത്തിടത്തോളം ഒരാൾ ഇസ്ലാമിൽ തന്നെ ബാക്കിയാവുന്നതാണ് എന്നതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അസ്മാ വ സിഫാത്തുകളെ പറ്റിയുള്ള വിശേഷണങ്ങൾ, അള്ളാഹുവിന് യദുണ്ട്, കരമുണ്ട് എന്ന് പറഞ്ഞാൽ ബിദ്അത്തിന്റെ കക്ഷികളിൽപ്പെട്ട ചിലർ അതിനെ വിശ്വസിക്കുന്നു. അള്ളാഹുവിന്റെ കരമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ശക്തിയാണ്, അള്ളാഹുവിന്റെ അധികാരമാണ്. ഇത് ബിദ്അയായ വിശ്വാസമാണ് അള്ളാഹുവിന്റെ സിഫത്തുകളെ പറ്റിയുള്ള. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഖദരിയാക്കൾ കാര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവും സമ്മതവും മുൻകൂട്ടിയുള്ള രേഖയും അവന്റെ ഉദ്ദേശപ്രകാരവും സംഭവിക്കുന്നതാണ്. ഒന്നും യാദൃശികമായി സംഭവിക്കുന്നതല്ല. എന്നാൽ ഖദരിയാക്കളെ, ഖദർ നിഷേധിക്കുന്ന ആളുകളുടെ വിശ്വാസം കാര്യങ്ങളൊന്നും മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടതുപോലെ സംഭവിക്കുന്നതല്ല, അല്ലാഹു മുൻകൂട്ടി തീരുമാനിച്ചതല്ല, അത് യാദൃശികമായി സംഭവിക്കുന്നതാണ്. ഇതൊക്കെയാണ് ബിദ്അയായ വിശ്വാസങ്ങൾ, അഖീദയിൽ വരുന്ന ബിദ്അത്തുകൾ. അമലിൽ വരുന്ന ബിദ്അത്തുകൾ നമുക്കറിയാം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മൗലിദാഘോഷം.
കൂട്ടപ്രാർത്ഥന, നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥന, ഇങ്ങനെ ദിക്ർ ഹൽഖ, ഇതെല്ലാം അമലിൽ സംഭവിക്കുന്ന ബിദ്അത്തുകളാണ്. ഇങ്ങനെ പ്രവർത്തനങ്ങളിലാകട്ടെ വിശ്വാസരംഗത്താകട്ടെ ദീനിൽ പുതുതായി കടത്തിക്കൂട്ടപ്പെട്ട അള്ളാഹുവിന്റെ റസൂലിനോ സഹാബത്തിനോ സലഫു സാലിഹ്യങ്ങൾക്കോ പരിചയമില്ലാത്ത നടപടിക്രമങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയുക. സഹോദരങ്ങളെ, ഈ ബിദ്അത്തിന്റെ ഗൗരവം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഹദീസാണ് മഹാനായ ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന പ്രസിദ്ധമായ ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനിടയിൽ പ്രാസംഗികനായി എഴുന്നേറ്റ് നിന്നു. അവിടുന്ന് സാരസമ്പൂർണമായ ഉപദേശങ്ങൾ സ്വഹാബത്തിന് കൈമാറി. വജിലത് മിൻഹൽ ഖുലൂബ്, അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ഹൃദയം പേടിച്ചു വിറച്ചുപോയി. ദറഫത് മിൻഹൽ ഉയൂൻ, ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പശ്ചാത്തലം വിവരിക്കപ്പെട്ട ഈ പ്രസിദ്ധമായ ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, നിങ്ങൾ ദീനിൽ കടത്തിക്കൂട്ടപ്പെടുന്ന പുത്തൻ കാര്യങ്ങളെ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. തീർച്ചയായും ദീനിൽ കടത്തിക്കൂട്ടപ്പെട്ട പുത്തൻ കാര്യങ്ങളെല്ലാം ബിദ്അത്തുകളാണ്, അനാചാരങ്ങളാണ്. എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്, എല്ലാ വഴികേടും നരകത്തിലേക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ശക്തമായി താക്കീത് ചെയ്യുകയുണ്ടായി. ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എല്ലാ ഖുതുബകളുടെയും സംസാരങ്ങളുടെയും തുടക്കത്തിൽ അവിടുത്തെ ഖുതുബത്തുൽ ഹാജയിൽ അവിടുന്ന് ഉൾപ്പെടുത്താറുള്ള സംസാരത്തിൽപ്പെട്ട വാചകങ്ങളിൽപ്പെട്ട ചില വാചകങ്ങളാണ് ഇന്ന അസ്ദഖൽ ഹദീസി കിതാബുല്ലാഹ്. സംസാരങ്ങളിൽ ഏറ്റവും സത്യസന്ധമായ സംസാരം അള്ളാഹുവിന്റെ കലാമാകുന്നു, ഖുർആനാകുന്നു. വഅഹ്സനൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ചര്യകളിൽ മാർഗങ്ങളിൽ ഏറ്റവും നല്ല മാർഗം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയും മാർഗവുമാകുന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു വശർറൽ ഉമൂരി, കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടത് മുഹ്ദസാതുഹ, ദീനിൽ കടത്തിക്കൂട്ടപ്പെടുന്ന പുത്തൻ കാര്യങ്ങളാണ്. വകുല്ല ബിദ്അത്തിൻ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. ഇത് നമ്മൾ നേരത്തെ വിശദീകരിച്ച ഹദീസിലുള്ളതാണ്. ഈ രണ്ട് ഹദീസുകളുടെ വെളിച്ചത്തിൽ ബിദ്അത്തുകളുടെ ഗൗരവം മനസ്സിലാക്കാൻ ഇത് മാത്രം മതി. ഒന്നാമതായി, കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട കാര്യം, ഷർറായ കാര്യം ബിദ്അത്തുകളാണ്. വശർറൽ ഉമൂരി മുഹ്ദസാതുഹ, കാര്യങ്ങളിൽ ഏറ്റവും ഷർറായ കാര്യം, മോശപ്പെട്ട കാര്യം ബിദ്അത്തുകളാണ്. തിന്മകളിൽ ഏറ്റവും മോശപ്പെട്ട കാര്യം ബിദ്അത്തുകളാണ്. ഇതാദ്യം നമ്മൾ മനസ്സിലാക്കുക. ഒന്ന്, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഖൈറല്ല, ഷർറാണ്. രണ്ട്, വഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, ഈ ദീനിൽ പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അത് ബിദ്അത്താണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും ളലാലത്താണ്, വഴികേടാണ്. ഇവിടെ ബിദ്അത്തുകൾ ആചരിക്കുന്നവർ, അത് കൊട്ടിഘോഷിക്കുന്നവർ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു സംസാരം നടത്താറുണ്ട്. മൗലിദാഘോഷം, ദിക്ർ ഹൽക്ക, സ്വലാത്ത്, ദീനിലില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത സ്വലാത്തിന്റെ സദസ്സ്, അല്ലെ? എന്ത് സ്വലാത്ത് എന്ന് പറയാ? നാരിയ സ്വലാത്ത്. പിന്നൊരു സ്വലാത്ത് ഉണ്ടല്ലോ, പഠിത്തം അവതരിക്കപ്പെട്ടൊരു സ്വലാത്ത്, നൂർ മജ്ലിസോ, എന്ത് മജ്ലിസാ? മജ്ലിസുൻ നൂർ, അതിന് മജ്ലിസുൻ നാർ എന്ന് പറയേണ്ടി വരും. അങ്ങനത്തെ മജ്ലിസുകൾ, ഇതെല്ലാം ദീനിലെ ബിദ്അത്തുൻ ഹസന, നല്ല ബിദ്അത്താണ് എന്ന് പറഞ്ഞ ആളുകളെ ബിദ്അത്ത് രണ്ട് വിധമുണ്ട്. ചീത്ത ബിദ്അത്തുണ്ട്, നല്ല ബിദ്അത്തുണ്ട്. ഇതൊക്കെ ദിക്റും സ്വലാത്തും നബിദിനാഘോഷമൊക്കെ നല്ല ബിദ്അത്താണ് എന്ന ആളുകളെ വശംവദരാക്കി പറയാറുണ്ട്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ. വകുല്ല ബിദ്അത്തിൻ ളലാല, എന്താണ് അതിന്റെ അർത്ഥം? എല്ലാ ബിദ്അത്തും ളലാലത്താണ്. പിൽക്കാലത്ത് ജനങ്ങളെ പാട്ടിലാക്കി ബിദ്അത്തിനെ വ്യവച്ഛേദിക്കുന്ന ഒരു വിഭാഗം വരും
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി അറിഞ്ഞതുപോലെ അവിടുന്ന് പ്രവചിച്ചതുപോലെ നമുക്ക് ഈ പ്രയോഗം വായിക്കാം. വകുല്ല ബിദ്അത്തിൻ ദലാല. ബിദ്അത്തിന് രണ്ട് തരമില്ല. എല്ലാ ബിദ്അത്തും ദീനിൽ റസൂലുള്ളാഹിയും സഹാബത്തും കാണിക്കാത്ത മാർഗമാണോ പുത്തൻ കാര്യമാണോ അത് ബിദ്അത്താണ്. അങ്ങനെ ഏതൊക്കെ ബിദ്അത്തുണ്ടോ വകുല്ല ബിദ്അത്തിൻ ദലാല. എന്താ കുല്ല് എന്ന് പറഞ്ഞ അർത്ഥം? ജമീഅ, മുഴുവനാണ്. അപ്പൊ ബിദ്അത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതും ചീത്തയുണ്ടോ? ഇല്ല. മറ്റൊരു യാഥാർത്ഥ്യം, ബിദ്അത്തുകൾ ദീനിൽ കടന്നു വരുന്നത് നന്മയുടെ രൂപത്തിലാണ്, തിന്മയുടെ രൂപത്തിലാണോ? ദിക്റായിട്ടാണ്, സ്വലാത്തായിട്ടാണ്, ഭക്ഷണം കൊടുക്കലായിട്ടാണ്, മദ്ഹ് പറയലായിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിനുള്ള സ്നേഹപ്രകടനത്തിന്റെ നന്മയുടെ രൂപത്തിലാണ് ബിദ്അത്ത് കടന്നു വരിക. നന്മകളെ ബിദ്അത്താകും, തിന്മകൾ ബിദ്അത്താകും. തിന്മകളെ ആരെങ്കിലും ബിദ്അത്ത്, തിന്മകളെ മഅസിയത്ത് എന്നാണ് ഇസ്ലാമിന്റെ മുസ്തലഹിൽ പറയാ. തിന്മകളെ പറ്റി എന്താണ് ഇസ്ലാമിലെ പ്രയോഗം? മഅസിയത്ത് എന്നാണ്. തിന്മകൾ ഒരിക്കലും ബിദ്അത്ത് എന്ന് പറയില്ല. ബിദ്അത്ത് നന്മകളുടെ രൂപത്തിലേ വരൂ, തിന്മകൾ മഅസിയത്തിന്റെ രൂപത്തിലേ വരൂ. അതുകൊണ്ട് കുല്ല ബിദ്അത്തിൻ ദലാല, ജനങ്ങൾക്ക് ഇടയിൽ നല്ല ബിദ്അത്ത് ചീത്ത ബിദ്അത്ത് എന്ന് പറഞ്ഞ ആ വ്യവച്ഛേദനം തന്നെ ഒരു ബിദ്അത്താണ്, ആ വേർതിരിവ് തന്നെ ഒരു ബിദ്അത്താണ്, പുത്തൻ കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ മനസ്സിലാക്കുക, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നന്മയുടെ രൂപത്തിലേ വരൂ. ദിക്റായും സ്വലാത്തായും നിസ്കാരമായും നോമ്പായും റസൂലുള്ളാഹിനുള്ള സ്നേഹമായും ദീനിന്റെ മേന്മയാർന്ന പ്രകടനമായിട്ടൊക്കെ ബിദ്അത്ത് രംഗപ്രവേശം ചെയ്യൂ. എത്ര നന്മയാണെങ്കിലും റസൂലുള്ളാഹിയും സഹാബത്തും കാണിക്കാത്തതാണോ കുല്ല ബിദ്അത്തിൻ ദലാല. എല്ലാ ബിദ്അത്തും വഴികേടാണ്. ബാക്കി എന്താ ഹദീസിന്റെ? വകുല്ല ദലാലത്തിൻ ഫിന്നാർ. എല്ലാ വഴികേടും നരകത്തിലേക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ താക്കീത് ചെയ്യുന്നു. ഇനി ഇത്തരം ബിദ്അത്തുകൾ ചെയ്തു കൂട്ടിയാൽ സാധാരണ ആളുകൾ അവരൊക്കെ എന്തോരം ഇഖ്ലാസോട് കൂടിയേ ചെയ്യുന്നത്. അതിനുവേണ്ടി പൈസ കൊടുക്കുന്നവരും സഹകരിക്കുന്നവരും അതിന് പിന്തുണ പ്രഖ്യാപിക്കും. എത്രയോ സാധുക്കളായ ആളുകൾ ഇഖ്ലാസോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന രംഗമല്ലേ? അതൊക്കെ വെറുതെ ആവുമോ? സഹോദരങ്ങൾ, വെറുതെയാണ്, വൃഥാവിലാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഉമ്മയിലൂടെ കേൾപ്പിച്ച ഹദീസ് ഏതാണ്? ആയിഷ റളിയല്ലാഹു അൻഹ നമ്മോട് പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മൻ അഹ്ദസ ഫീ അംരിനാ, നമ്മുടെ ഈ കാര്യത്തിൽ ആരാണോ പുതുതായി ഉണ്ടാക്കുന്നത്. ഇവിടെ ഫീ അംരിന എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ വിശദീകരണം? പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഫീ ദീനിന, നമ്മുടെ ദീനിൽ ആരാണോ പുതുതായി റസൂലുള്ള പഠിപ്പിക്കാത്തത് ഉണ്ടാക്കിയത്, മാ ലൈസ മിൻഹു, അതിലില്ലാത്തത് ഉണ്ടാക്കിയത്, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്, അത് തിരസ്കരിക്കപ്പെടുന്നതാണ്. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? അവന്റെ അമൽ അല്ലാഹു സ്വീകരിക്കൂല, ആ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കില്ല, അല്ലാഹുവിൽ നന്മയായി രേഖപ്പെടുത്തൂല. അത് മാത്രമാണോ? അതിന്റെ പേരിൽ അവൻ ശിക്ഷിക്കപ്പെടും. ദീനിലില്ലാത്തത് ചെയ്തു കൂട്ടിയതിന്റെ പേരിൽ അവൻ ശിക്ഷിക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗലിൽ നിന്ന്, ഖിയാമത്ത് നാളിൽ ഹൗലുൽ കൗസറിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ കൈകൊണ്ട് പാനജലം കോരിക്കൊടിക്കപ്പെടുന്നവരിൽ നിന്ന് അകറ്റപ്പെടും. സുഹ്കൻ സുഹ്ക, അവരെ അവിടെ നിന്ന് ആട്ടി അകറ്റപ്പെടും. ഇഹലോകത്തും പരലോകത്തും അവർ നിന്ന് അനുഭവിക്കേണ്ടി വരും. ദുനിയാവിൽ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യുന്നത് തടയപ്പെടും. കാരണം നന്മയാണെന്ന് വിചാരിച്ചിട്ട് ചെയ്തു കൂട്ടുന്നത്. അവരുടെ അക്കൗണ്ടിൽ വരുന്നത് തിന്മകളാണ്, പാപങ്ങളാണ്. നന്മയാണെന്ന് മനസ്സിലാക്കുന്നിടത്തോളം ആരെങ്കിലും ഇന്ന് തൗബ ചെയ്യോ? നല്ലതാണെന്ന് വിചാരിച്ച് ചെയ്യുന്നിടത്തോളം ആരെങ്കിലും അതിന് തൗബ ചെയ്യോ? തിന്മയാണെന്ന് മനസ്സിലാക്കിയാൽ തൗബ ചെയ്യും. നന്മയാണെന്ന് മനസ്സിലാക്കിയാലോ? സൂറത്തുൽ കഹ്ഫിലായത്ത് ഏതായിരുന്നു? ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, പ്രവർത്തനങ്ങളെല്ലാം പാഴായി പോയവരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അല്ലദീന ضل സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ, അവരുടെ പരിശ്രമങ്ങൾ, നന്മയിലുള്ള പരിശ്രമങ്ങളിൽ, ദുനിയാവിൽ അവർ ചെയ്ത നന്മയുടെ പരിശ്രമങ്ങളെല്ലാം പാഴായിപ്പോയി, വഴികേടിലായിപ്പോയി, പിഴച്ചുപോയി, വൃഥാവിലായിപ്പോയി. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ, അവർ വിചാരിച്ചത് എന്താണ്? അതൊക്കെ നന്മയായിരുന്നു, നല്ല മുന്തിയ പ്രവർത്തനങ്ങളായിരുന്നു, അമൽ സ്വാലിഹാത്തുകളായിരുന്നു എന്നാണ് അവർ ധരിച്ചത്. അങ്ങനെയാണ് ദുനിയാവിൽ അവർ കാലം കഴിച്ചത്, അതിലായി ജീവിതം ഒടുക്കിയത്. പക്ഷേ അതെല്ലാം വൃഥാവിലായിപ്പോയി. ഈ കൂട്ടർ ബിദ്അത്തുകാരാണെന്ന് പണ്ഡിതന്മാർ ഈ ആയത്തുകൾ വിശദീകരിക്കവേ പറയുന്നു. സഹോദരങ്ങളെ, ഇതാണ് ബിദ്അത്തുകാരുടെ അവസ്ഥ. അവരുടെ പ്രവർത്തനങ്ങളൊന്നും സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല, അവരതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടും.
അള്ളാഹുവിന്റെ റസൂലിന്റെ ഹൗദിൽ നിന്ന് പോലും അവരകറ്റപ്പെടും. വൽഇയാദു ബില്ലാഹ്. ഇതാണ് മറ്റൊരു അപകടം. ബിദ്അത്തുകൾ എല്ലാം വലാലത്താണ് എന്ന് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല. ചിലപ്പോൾ മൗലവിമാർ പറയും അത് സലഫികൾ ഉണ്ടാക്കിയ വിശദീകരണമാണ്. കുല്ലു ബിദ്അത്തിൻ ദലാല, ബിദ്അത്തുകൾ നല്ലതുമില്ല ചീത്തതില്ല, എല്ലാ ബിദ്അത്തും ദലാലത്താണെന്നുള്ളത് സലഫികളുടെ ഭാഷയാണ് എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കും. ഈ ഹദീസ് ആദ്യം കേട്ട റസൂലുള്ളാഹിന്റെ തിരുനാവിൽ നിന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് കേട്ട മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, അവരെല്ലാവരും റസൂലുള്ളാഹിന്റെ ഹദീസിന് പുറമെ ആവർത്തിച്ച് സഹാബത്തിനെ ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു. കുല്ലു ബിദ്അത്തിൻ ദലാല, കുല്ലു ബിദ്അത്തിൻ ദലാല, കുല്ലു ബിദ്അത്തിൻ ദലാല. ഈ പറയപ്പെട്ട 3 സഹാബികളും അവരാവർത്തിച്ച് ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു ഈ വാചകം. എല്ലാ ബിദ്അത്തും ദലാലത്താണ് എന്ന കാര്യം. മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയാറുണ്ടായിരുന്നു, അത് കുറച്ചുകൂടി ബിദ്അത്തുകൾക്കിടയിൽ നല്ലതില്ല ചീത്തയില്ല അങ്ങനെ വേർതിരിവില്ല എന്ന് സ്ഥിരീകരിക്കുന്ന മനോഹരമായ ഒരു വാക്കാണ്. ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ വാചകം കുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തും ദലാലത്താണ്. വഇൻ റആഹ അന്നാസു ഹസന, ജനങ്ങൾ അതിനെ നന്മയായി കണ്ടാലും ശരി. ബിദ്അത്തുകൾ അത് നന്മയല്ലേ എന്ന് ജനങ്ങൾ അഭിപ്രായപ്പെട്ടാലും അങ്ങനെ മനസ്സിലാക്കിയാലും ശരി, ബിദ്അത്താണോ അതൊക്കെ ദലാലത്താണ്. എല്ലാ ദലാലത്തും നരകത്തിലേക്കാണ്. ഇനി ഇത് കൊണ്ടാടുന്നവർ, ഇത് നടപ്പിലാക്കുന്നവർ, ഇതിന് ചുക്കാൻ പിടിക്കുന്നവർ, എന്താണ് ഇവരുടെ അവസ്ഥ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദഅ ഇലാ ദലാലത്തിൻ, ആരാണോ ഒരു വഴികേടിലേക്ക് ദലാലത്തിലേക്ക് ക്ഷണിക്കുന്നത്, കാന അലൈഹി മിനൽ ഇസ്മി മിസ്ലു ആസാമി മൻ തബിഅഹു, അവന് കുറ്റമുണ്ടാകുന്നതോടൊപ്പം ആ ദലാലത്തിൽ വഴികേടിൽ ആരൊക്കെ അവനെ പിന്തുടരുന്നുണ്ടോ അവരുടെ എല്ലാം പാപഭാരം ഇവൻ പേറേണ്ടി വരും. ലാ യൻഖുസു ദാലിക മിൻ ആസാമിഹിം ഷൈആ, അവരുടെ പാപഭാരത്തിൽ നിന്നൊന്നും കുറയാതെ അവനെ പിൻപറ്റുന്നവരുടെ തിന്മകളെല്ലാം അതിന്റെ പാപഫലമെല്ലാം പേറേണ്ടി വരും. നന്മയുടെ വിഷയത്തിൽ അങ്ങനെ തന്നെ. മൻദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലി, ആരാണ് ഒരു നന്മ അറിയിക്കുന്നത്, ആ നന്മ അറിയിക്കപ്പെട്ട് പിൻപറ്റുന്ന ആളുകളുടെ അവർ പ്രവർത്തിക്കുന്നതിന്റെ പ്രതിഫലം അവർക്കൊട്ടും കുറയാതെ ഈ അറിയിച്ചു കൊടുത്ത ആൾക്കും ലഭിക്കുമെന്നതുപോലെ ബിദ്അത്തിന് തുടക്കം കുറിക്കുന്നവർ, അതിന്റെ മുന്നിൽ നിൽക്കുന്നവർ, അത് കൊണ്ടാടുന്നവർ, അതിലേക്ക് നയിക്കുന്നവർ, അവർ അതിന്റെ പിന്നിൽ വരുന്ന അതിനെ പിൻപറ്റുന്ന ആളുകളുടെ ബിദ്അത്തിന്റെ പാപഭാരമെല്ലാം പേറേണ്ടി വരും. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ദുരന്ത ഫലം. സഹോദരങ്ങളെ, ബിദ്അത്തുകാരൻ അവന്റെ ബിദ്അത്ത് കൊണ്ട്, പണ്ഡിതന്മാർ പറയും, ഒരാളൊരു ബിദ്അത്ത് ചെയ്താൽ അവന്റെ ബിദ്അത്ത് കൊണ്ട് 2 ലാസിമുകൾ ഉണ്ടായിത്തീരും. ആ ബിദ്അത്ത് ചെയ്യുന്ന വ്യക്തി അവന്റെ പ്രവർത്തനം അനിവാര്യമാക്കുന്ന 2 കാര്യങ്ങൾ അവൻ അറിഞ്ഞാലും ശരി, അവൻ ബോധപൂർവമാണെങ്കിലും ശരി, അവൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും ശരി, അത് സംഭവിക്കും. ഒന്നാമത്തേത് അൽ ഖദ്ഹു ഫീ കമാലിദ്ദീൻ, ബിദ്അത്തുകാരൻ തന്റെ ബിദ്അത്ത് കൊണ്ട് പറയാതെ പറയുന്നത് ദീന് പൂർത്തിയായിട്ടില്ല എന്നാണ്. ദീൻ പൂർത്തിയായിട്ടില്ല എന്നതാണ്. വോൾട്ടേജ് പ്രശ്നം. ബിദ്അത്തുകാരൻ അവന്റെ ബിദ്അത്തിലൂടെ പറയാതെ പറയുന്നത്, നാവുകൊണ്ട് പറഞ്ഞോളന്നല്ല, പക്ഷെ അവന്റെ പ്രവർത്തനം കൊണ്ട് അവൻ പറയുന്നത് എന്താണ്, സ്ഥിരീകരിക്കുന്നത് എന്താണ്, ദീന് പൂർത്തിയായിട്ടില്ല. കാരണം ബിദ്അത്തുകൾ. അപ്പൊ ഒന്നാമത്തെ കാര്യം, ബിദ്അത്തുകാരൻ അവന്റെ ബിദ്അത്ത് കൊണ്ട് പറയാതെ പറയുന്നത്, ആരോപിക്കാതെ നാവുകൊണ്ട് പറയാതെ സത്യത്തിൽ അവൻ സ്ഥിരീകരിക്കുന്നത് അള്ളാഹുവിന്റെ ദീൻ പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് വന്നു കിട്ടിയിട്ടുള്ള ദീനിൽ എന്തൊക്കെ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അന ഉക്മിലു ഹാദ നഖ്സ് ഫീ ദീനില്ല, ആ ദീനിലുള്ള കുറവ് ഞാൻ എൻ്റെ ബിദ്അത്ത് കൊണ്ട് പരിഹരിക്കുകയാണ് എന്നതാണ് അവൻ പറയാതെ പറയുന്നത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല
അവൻ ഖുർആനിലൂടെ നമ്മോട് അറിയിച്ച കാര്യമാണ്. സൂറത്തുൽ മാഇദയിലൂടെ ഹജ്ജത്തുൽ വദാഇൽ ഇറങ്ങിയ ആ വേളയിൽ ഇറങ്ങിയ ആയത്ത് അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കും. അള്ളാഹ് പറയാണ് ദീൻ പൂർത്തിയായിരുന്നു. ബിദ്അത്തുകാരൻ പറയുന്നത് എന്താണ്? ഇല്ല, ദീനിൽ ഇനി എന്തൊക്കെ നമുക്ക് പുതിയതായി ചെയ്യാനുണ്ട്. മൗലൂദ് ആഘോഷിക്കാൻ, നബിദിനം ആഘോഷിക്കാൻ തെളിവില്ലല്ലോ, റസൂലും സ്വഹാബത്തും ചെയ്തിട്ടില്ലല്ലോ, ഖുർആനിലും സുന്നത്തിനും രേഖയില്ലല്ലോ. അല്ല, അങ്ങനെ ഇല്ലാത്ത നമുക്ക് ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? റസൂലുള്ളാഹിന്റെ സ്നേഹം ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ്, എന്തേ നമുക്ക് ചെയ്താല്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ദീനിൽ ഇല്ലാത്തത് ചെയ്യുന്നവന് യഥാർത്ഥത്തിൽ ആ ദീനിൽ എന്തൊക്കെയോ കുറവുകളുണ്ട്, കൂട്ടിച്ചേർക്കാനുണ്ട്. നോക്കൂ നിങ്ങൾ, ഈ ഹദീസിനെ വിശദീകരിക്കുകയോ സഹാബികളിൽ ചിലർ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലൂടെ പാതിപ്പോകുന്ന ഒരു പറവയിൽ നന്മയുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് അറിയിച്ചു തരാതെ അവിടുന്ന് മരണപ്പെട്ടിട്ടില്ല. ഏതൊരു നന്മയുണ്ടോ അവിടെ ഞങ്ങൾ അറിയിക്കാതെ മരണപ്പെട്ടിട്ടില്ല. ഏതൊരു തിന്മയുണ്ടോ അവിടുന്ന് ഞങ്ങളെ അതിൽ തൊട്ട് വിലക്കാതെ വിട പറഞ്ഞിട്ടില്ല എന്ന് സഹാബികൾ പറയുന്നു. ബിദ്അത്തുകാരൻ അവൻ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും ശരി, അവന്റെ ബിദ്അത്ത് കൊണ്ട് അവൻ സ്ഥിരീകരിക്കുന്നത് എന്താണ്? ദീനിൽ കുറവുകളുണ്ട്, ദീനിൽ ചിലത് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്, പൂർത്തിയായ ദീനിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എന്റെ ബിദ്അത്ത് കൊണ്ട് അത് പൂർത്തിയാക്കുന്നു എന്നാണ് അവൻ വരുത്തി തീർക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ അതിന്റെ അപകടം. അള്ളാഹു പൂർത്തിയാക്കിയ ദീൻ പോരാ, ഇനി അതിൽ കുറച്ചൊക്കെ കാട്ടിക്കൂട്ടാനുണ്ട് എന്നതാണ് ബിദ്അത്തുകാരൻ തന്റെ ബിദ്അത്ത് കൊണ്ട് സ്ഥാപിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദൗത്യം പൂർത്തീകരിച്ചിട്ടില്ല, അള്ളാഹു അറിയിച്ചു കൊടുത്തത് പൂർത്തിയായി എത്തിച്ചു തന്നിട്ടില്ല എന്നവൻ വാദിക്കുകയാണ് അവന്റെ ബിദ്അത്ത് കൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റിസാലത്തിന്റെ നുബുവത്തിന്റെ ദൗത്യത്തിൽ പ്രധാനപ്പെട്ടത് എന്താണ്? അള്ളാഹുവിന് എങ്ങനെ ഇബാദത്ത് ചെയ്യണം, അള്ളാഹുവിലേക്ക് ഉമ്മത്തിനെ അടുപ്പിക്കുന്ന നന്മകൾ എന്താണ്, സൽക്കർമ്മങ്ങൾ എന്താണ് എന്ന് പഠിപ്പിച്ചു തരലാണ് റസൂലുള്ളാഹിന്റെ ദൗത്യം. പിന്നെ എന്തിനാ റസൂലുള്ളാഹി വന്ന്? എങ്ങനെയാണ് ദീൻ ആചരിക്കേണ്ടതെന്ന് പഠിപ്പിക്കലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം. ആ ദീനിൽ നബിദിനാഘോഷമില്ല, ആ ദീനിൽ മൗലിദ് ആഘോഷമില്ല, ദിക്ർ ഹൽക്കയില്ല, നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയില്ല, ആള് കൂടുമ്പോഴത്തൊക്കെ അൽഫാത്തിഹ വിളിയില്ല, ആണ്ടില്ല, ജന്മദിനാഘോഷമില്ല. എങ്കിൽ പിന്നെ ഇതാചരിക്കുന്ന ദീനിന്റെ പേരിൽ അത് നന്മയായി വാദിക്കുന്നവർ പറയാതെ പറയുന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മൾ അറിയിച്ചിട്ടില്ല. റസൂലുള്ളാഹിക്ക് അത് അറിയായിരുന്നു, പക്ഷെ റസൂലുള്ളാഹി മറച്ചു വെച്ചു. ഇത് നന്മയാണ്, റസൂലുള്ളാഹിക്ക് അറിയാണ്ടോന്നല്ല. ഇത് റസൂലുള്ളാഹി ചെയ്തിട്ടുണ്ടോ, റസൂലുള്ളാഹിന്റെ ഒരു ലഫ്ലെങ്കിലുണ്ടോ, ഒരു സൂചനയുണ്ടോ, സഹാബത്ത് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അതൊന്നുമില്ല. അവർ തന്നെ പറയും 300 ശേഷം വന്നതാണ് ഹിജ്റ. അപ്പൊ റസൂലുള്ളാഹിക്ക് അറിയായിരുന്നു, അപ്പൊ എന്തേ റസൂൽ എത്തിച്ചെന്നില്ലേ? റസൂൽ എത്തിച്ചെന്നിട്ടില്ല, അവിടെ മിണ്ടൂല. അപ്പൊ അവർ പറയാതെ പറയുന്നത് റസൂലുള്ളാഹിക്ക് അറിയാനിട്ട് റസൂൽ നമ്മളെ അറിയിച്ചിട്ടില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇതാണ് രണ്ടാമത്തെ കാര്യം. അതുകൊണ്ടാണ് മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്, മനിബ്തദ ബിദ്അതൻ യറാഹ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ആരാണോ ദീനിലില്ലാത്തൊരു പുതിയ ബിദ്അത്ത് അത് നന്മയായി കണ്ട് സ്ഥാപിച്ചത്, അവൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് ആരോപിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ബിദ്അത്തുകാർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർ ചെയ്യുന്ന ബിദ്അത്തുകളെല്ലാം നന്മയായി കണ്ടാണ് അവർ ആചരിക്കുന്നത്. ഇതെല്ലാം ബിദ്അത്തുകാരന് ബാധകമാണ്. മൗലിദ് ആഘോഷിക്കുന്നവർക്ക് മാത്രമല്ല, ദീനിൽ കടത്തിക്കൂട്ടുന്ന ഒരു ദിക്റാകട്ടെ, ഇല്ലാത്തൊരു സ്വലാത്താകട്ടെ, ഇല്ലാത്ത നോമ്പാകട്ടെ, അതുപോലെ തന്നെ നിസ്കാരമാകട്ടെ, ദീനിലുള്ള ഏതൊരു ബിദ്അത്തും അത് നടപ്പിലാക്കുന്ന ആളുകൾ അത് നന്മയായി കണ്ട് തന്നെയാണ് നടപ്പിലാക്കുന്നത്. അവർ വാദിക്കുന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഞങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടില്ല, റസൂലുള്ളാഹി അവിടുത്തെ ദൗത്യം പൂർത്തീകരിച്ചിട്ടില്ല എന്നതാണ്. റസൂലുള്ളാഹിക്കെതിരെ അവർ ആക്ഷേപം ചൊരിയുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇതാണ് മറ്റൊരു കാര്യം. സഹോദരങ്ങളെ, മൂന്നാമത്തെ കാര്യം, ബിദ്അത്ത് എന്നുള്ളത്, ബിദ്അത്ത് സ്ഥാപിക്കുന്നവർ അവരുടെ ബിദ്അത്തിലൂടെ ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കെതിരിൽ, അല്ലാഹുവിന്റെ ദീനിനെതിരിൽ കളവ് പറയുക എന്നുള്ളതാണ്.
കളവാരോപിക്കുക എന്നുള്ളതാണ്. ഇതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് ബിദ്അത്ത്. അല്ലാഹു പൂർത്തീകരിച്ച ദീനിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ദീനിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് ബിദ്അത്ത്. നമുക്ക് മനസ്സിലായി. എന്നാൽ ബിദ്അത്തുകാരൻ എന്താണ് പറയുന്നത്? ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണ്, ഇത് ദീനല്ല എന്ന് പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്? ആണോ? ഇതുകൊണ്ട് നമുക്ക് അള്ളാന്റെ അടുത്ത് കൂലി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, നമ്മളിങ്ങനെ വെറുതെ പൈസ ചിലവാക്കാൻ വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് പൊടി പൊടിക്കുകയാണ് എന്നാണോ പറയുന്നത്? ഇത് ദീനാണ്, ഇത് നന്മയാണ്, ഇതാണ് റസൂലുള്ളാഹിനോടുള്ള സ്നേഹം. അള്ളാന്റെ അടുത്ത് നിന്ന് കൂലി പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്, സ്വർഗം മോഹിച്ചിട്ടാണ്. ഇത് തന്നെയാണ് അവർ വാദിക്കുന്നത്. സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന കാര്യമാണോ ഇത്? അള്ളാഹുവിന്റെ ദീനിനുള്ള കാര്യമാണോ ഇത്? അള്ളാഹു കൂലി നൽകുന്ന കാര്യമാണോ ഇത്? അള്ളാഹു തൃപ്തിപ്പെട്ട കാര്യമാണോ ഇത്? അപ്പോൾ പിന്നെ അവർ അതിലൂടെ പറയുന്നത് എന്താണ്? പറയാതെ പറയുന്നത് എന്താണ്? അള്ളാഹുവിനെതിരെ, അള്ളാഹുവിന്റെ ദീനിനെതിരെയുള്ള കളവാണിത്, വ്യാജാരോപണമാണിത്. നിസ്കാരമാകട്ടെ, ദിക്റാകട്ടെ, നേരത്തെ പറഞ്ഞതുപോലെ മൗലിദാഘോഷമാകട്ടെ, ഇതെല്ലാം അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് എന്നാണ് അവർ പറയുന്നത്. അള്ളാഹുവിനും അവന്റെ ദീനിനുമെതിരെയുള്ള വമ്പിച്ച കളവാണിത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫിൽ പറഞ്ഞു, ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ്. പറയുക നബിയെ, എന്റെ റബ്ബ് മോശമായ നീചമായ കാര്യങ്ങൾ, മാ ളഹറ മിൻഹാ വമാ ബതൻ, മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കിയപ്പോൾ, അല്ലാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കിയപ്പോൾ അല്ലാഹു നബിയോട് പറയാൻ വേണ്ടി പറയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ റബ്ബ് ഹറാമാക്കിയത് ഈ പറയാൻ പോകുന്ന കാര്യങ്ങളാണ്. പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ നീചവൃത്തികളും തോന്നിവാസങ്ങളും അല്ലാഹു ഹറാമാക്കി. വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ്, അന്യായമായി ആളുകളുടെ സമ്പത്തിനും അഭിമാനത്തിനുമെതിരെ ക്ഷതമേൽപ്പിക്കുക, അതിക്രമം പ്രവർത്തിക്കുക, അധർമ്മങ്ങൾ, അസാൻമാർഗികതകൾ, പാപങ്ങൾ പ്രവർത്തിക്കുക, ഇതെല്ലാം എന്റെ റബ്ബ് ഹറാമാക്കിയതാണ്. ഈ ആയത്തിന്റെ ഘടന, ഇതിന്റെ ക്രമം എന്ന് പറഞ്ഞാൽ ഗൗരവമുള്ള കാര്യങ്ങൾ പിന്നിലേക്കാണ് പറയുന്നത്. ആദ്യം ഫവാഹിഷുകൾ പറഞ്ഞു, പിന്നെ ഇസ്മു പറഞ്ഞു, ബഗി പറഞ്ഞു, പിന്നെ വഅൻ തുശ്രികൂ മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന, അല്ലാഹു ഒരു തെളിവും ഒരു പ്രമാണവും ഇറക്കി തന്നിട്ടില്ലാത്ത കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ശിർക്ക് വെക്കുക. ശിർക്കാണ് നേരത്തെ പറഞ്ഞ ഫവാഹിഷുകളെക്കാൾ, ഇസ്മിനേക്കാൾ, ബഗീനേക്കാൾ ഗുരുതരമായ തിന്മ. ഇന്ന ശിർക ലദുൽമുൻ അദീം. ശിർക്ക് പിന്തിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ ക്രമം എന്ന് പറഞ്ഞാൽ പിന്നിൽ നിന്ന് അങ്ങോട്ടാണ് ഗൗരവം കുറയുന്നത്, മുമ്പിൽ നിന്ന് ഇങ്ങോട്ട് ഗൗരവം കൂടി വരികയാണ്. എന്നിട്ട് ശിർക്കിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. അല്ലാഹുവിനെതിരെ നിങ്ങൾ അറിയാത്ത വിഷയങ്ങൾ, അല്ലാഹുവിനെതിരെ കളവ് കെട്ടിച്ചമക്കുക. അല്ലാഹുവിന്റെ മേൽ നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ പറയുക. അല്ലാഹുവിന്റെ ദീനിൽ അല്ലാഹുവിന്റെ മേൽ നിങ്ങൾ അറിയാത്തത് പറയുക. അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ ഈ ആയത്തിൽ അല്ലാഹു ശിർക്കിന് ശേഷം അവസാനമായി എണ്ണിയത് ഇതാണ്. ചില പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കുകയോ പറഞ്ഞു, ശിർക്കിന് ശേഷം ഇതിനെണ്ണി. ശിർക്ക് പോലും സംഭവിക്കുന്ന ചിലപ്പോൾ അള്ളാഹ്ക്കെതിരെ അറിയാത്ത വിശ്വാസവും വാക്കും പ്രവൃത്തിയും കൊണ്ടായിരിക്കും. ശിർക്ക് അള്ളാഹുവിനെതിരെ അറിയാത്തത് പ്രവർത്തിക്കുന്നതിന്റെ ഒരു ഇനമായി സംഭവിക്കുന്നതാണ്. അള്ളാഹുവിനെ സകല കുഫറും ശിർക്കും ബിദ്അത്തും ദലാലത്തുമെല്ലാം അള്ളാഹുവിന്റെ മേൽ അറിവില്ലാതെ കെട്ടിച്ചമക്കുന്നതാണ്. അത് വ്യാപകമായ തിന്മയാണ്. ശിർക്ക് എന്നത് അതിലൊരു ഇനമാണ്, അതിലൊരു തരമാണ്. അതുകൊണ്ട് ശിർക്ക് പോലും സംഭവിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുമേൽ കളവും വ്യാജവും കെട്ടിച്ചമക്കുന്നത് കൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, ബിദ്അത്തുകാരൻ അവന്റെ പ്രവൃത്തിയിലൂടെ സ്ഥാപിക്കുന്നത് അള്ളാഹുവിനെതിരെയുള്ള കളവാണ്, അള്ളാഹുവിന്റെ ദീനിനെതിരെയുള്ള കള്ളാരോപണമാണ്, വ്യാജമാണ് അവർ കെട്ടിച്ചമക്കുന്നത്. അള്ളാഹു സൂറത്ത് യൂനുസിൽ പറഞ്ഞു, ഫമൻ അസ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ. അള്ളാഹുവിനെതിരെ കളവ് പറയുന്നവനേക്കാൾ, കളവ് കെട്ടിച്ചമക്കുന്നവനേക്കാൾ അക്രമിയാരുണ്ട്? ഏറ്റവും വലിയ അക്രമി അള്ളാഹുവിന്റെ മേൽ കളവ് കെട്ടിച്ചമക്കുന്നവനാണ്. ബിദ്അത്തുകാരൻ ചെയ്യുന്നത് ആ പണിയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, അന്നൽ ബിദ്അത ഇത്തിബാഉൻ ലിൽ ഹവാ. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ തന്നിഷ്ടത്തെ പിൻപറ്റലാണ്, തോന്നിവാസത്തെ പിൻപറ്റലാണ്. ബിദ്അത്തുകാരന്റെ ദീൻ എന്താണ്? തോന്നിവാസം.
തന്നിഷ്ടം. ഖുർആനും സുന്നത്തുമല്ല, സ്വഹാബത്തിന്റെ മാർഗമല്ല, സലഫ് സ്വാലിഹുകളുടെ ചര്യയല്ല. ബിദ്അത്തുകാരന്റെ ദീൻ, അവന്റെ ദീനിന്റെ മാനദണ്ഡം അവലംബം തോന്നിവാസമാണ്. തനിക്ക് തോന്നിയതാണ്, തന്റെ മൗലാനക്ക് തോന്നിയതാണ്, തന്റെ മൊയ്ലിയാർക്ക് തോന്നിയതാണ്, താൻ ബൈഅത്ത് കൊടുത്ത തന്റെ ശൈഖിന് തോന്നിയതാണ്. അതാണ് അവന്റെ ദീൻ. സഹോദരങ്ങളെ, രണ്ട് വഴിയുള്ളൂ നമുക്ക്. ഈ ഭൂമിയിൽ ജനിക്കുന്ന മനുഷ്യൻ, മുസ്ലിം എന്നല്ല, വ്യാപകാർത്ഥത്തിൽ ഏതൊരു മനുഷ്യനും രണ്ട് മാർഗമുള്ളൂ. ഈ ദുനിയാവിൽ ഐഹിക ലോകത്ത് ജീവിച്ച് നന്മ ചെയ്ത് സ്വർഗത്തിലെത്തിപ്പെടാൻ മാതൃകാ പുരുഷനായി അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റുക. ഇതാണ് ഒന്നാമത്തെ വഴി. രണ്ടാമത്തെ വഴിയോ? തന്നിഷ്ടത്തെ പിൻപറ്റി തോന്നിയതുപോലെ തോന്നിവാസിയായി ജീവിക്കുക. മൂന്നാമതൊരു വഴിയുണ്ടോ? ഒന്നുകിൽ അവൻ അള്ളാഹുവിന്റെ റസൂലിനെ മാതൃകാ പുരുഷനായി സ്വീകരിച്ച് അവിടുത്തെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി അവിടുത്തെ ജീവിതചര്യയെ സ്വന്തം ജീവിത മാർഗമായി മെത്തഡോളജിയായി സ്വീകരിക്കുന്നവനായിരിക്കും ഒന്നാമത്തവൻ. രണ്ടാമത്തവൻ അത് വിട്ട് സ്വന്തം ഹവയെ തോന്നിവാസത്തെ പിൻപറ്റുന്നവനായിരിക്കും. മൂന്നാമതൊരു വഴിയുണ്ട്, ഇതിൽ രണ്ടിലും പെടാത്ത വഴി. അതുകൊണ്ട് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമല്ല, അവിടുത്തെ മാതൃകയല്ല. അപ്പൊ പിന്നെന്തായിരിക്കും രണ്ടാമത്തെ വഴി? ഹവയെ പിൻപറ്റുക, തോന്നിവാസത്തെ പിൻപറ്റുക. മൂന്നാമതൊരു വഴിയുണ്ടോ? സുന്നത്തിലില്ലാത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ദീനിലില്ലാത്ത, അള്ളാഹു അവതരിപ്പിച്ച വഹയിലില്ലാത്തതാണ് ബിദ്അത്ത് എങ്കിൽ ബിദ്അത്തിന്റെ അവസ്ഥ എന്താ? ഹവയാണ്, തോന്നിവാസത്തെയും തന്നിഷ്ടത്തെയും പിൻപറ്റലാണ്. മൂന്നാമൊരു മാർഗമില്ല. ഹവയെ പിൻപറ്റുന്നവരെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? എന്താ പറഞ്ഞത്? ഫഇല്ലം യസ്തജീബൂ ലക്, അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾക്ക് താങ്കളുടെ ദഅവത്തിന് ഈ ദീനിന് അവർ ഉത്തരം ചെയ്തിട്ടില്ലെങ്കിൽ, അതാ പറഞ്ഞു, ഒന്നുകിൽ ദീൻ അനുവർത്തിക്കുക, റസൂലുള്ളാഹിനെ പിൻപറ്റുക, അല്ലെങ്കിൽ റസൂലുള്ളാഹിക്ക് ഉത്തരം ചെയ്തിട്ടില്ലെങ്കിൽ ഫഅലം അന്നമാ യത്തബിഊന അഹ്വാഅഹും, അറിയണം അവർ പിൻപറ്റുന്ന അവരുടെ ഹവയെയാണ്, അവരുടെ തന്നിഷ്ടത്തെയാണ്, തോന്നിവാസത്തെയാണ്. അപ്പൊ രണ്ട് മാർഗമുള്ളൂ. ഒന്നുകിൽ റസൂലുള്ളാഹിനെ പിൻപറ്റുക, അതല്ലെങ്കിൽ ഹവയെ പിൻപറ്റുക. വമൻ അദല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ ഹുദ കൈവിട്ട് സ്വന്തം ഇഷ്ടങ്ങളെയും തോന്നിവാസത്തെയും പിൻപറ്റുന്നവനേക്കാൾ വഴികെട്ടവൻ, നശിച്ചവൻ ആരുണ്ട് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അപ്പൊ അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിനെ, ദീനിനെ കൈവിട്ട് ഹവയെ പിൻപറ്റുന്നവനേക്കാൾ വഴികെട്ടവൻ, ദലാലത്തിനായവനില്ല. നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ നാട്ടിൽ വ്യാപകമായി അള്ളാഹുവിന്റെ ദീൻ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കൈവിട്ടവന്റെ അവസ്ഥ എന്താണ്? എന്താണ് അവരുടെ ജീവിതത്തിന്റെ കഥ? അവർക്ക് വൈവാഹിക മൂല്യങ്ങൾ അറിയുമോ? അവർക്ക് കുടുംബമഹിമം അറിയുമോ? ഒരു സാധു മനുഷ്യനെ കണ്ടാൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അറിയുമോ? സാമൂഹികമായ ബാധ്യതകളുണ്ടോ? എന്താണ് അവരുടെ അവസ്ഥ? ദീനില്ലാത്ത എത്തിസ്റ്റുകളുടെയും നിരീശ്വരവാദികളുടെയും യുക്തിവാദികളുടെയും, യുക്തിയില്ലാത്ത യുക്തിവാദികളുടെയും അവസ്ഥ എന്താണ്? എന്താണ് അവരുടെ ദീൻ? അവർക്ക് തോന്നിയതാണ് അവരുടെ ദീൻ. എന്തിനാണ് അവർ ഈ ദീൻ കൈവിട്ടത്? അവർക്ക് തോന്നിയതുപോലെ ജീവിക്കാനാണ്. തന്റെ ദേഹേച്ഛക്കൊത്ത്, തന്നിഷ്ടത്തിനൊത്ത് തോന്നിവാസിയായി ജീവിക്കാനാണ് അവർ ഈ ദീനിനെ കൈവിടുന്നത്. ദീൻ മുറുകെ പിടിക്കുക, അല്ലെങ്കിൽ തോന്നിവാസിയായി ജീവിക്കുക. ഈ രണ്ട് മാർഗമുള്ളൂ. ബിദ്അത്തുകാരൻ അവസാനം ചെന്നെത്തുക ഈ നിരീശ്വരവാദത്തിലായിരിക്കും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. തോന്നിയത് അവൻ ദീനായി കൊണ്ടു നടന്ന അവസാനം അവന് തന്നെ മടുക്കുന്ന അവസ്ഥയുണ്ടാകും. അങ്ങനെ അവൻ ദീനായി മനസ്സിലാക്കിയതൊക്കെ ബിദ്അത്താണ്, ഹവയാണ്. അങ്ങനെ തീർത്തും ഹവയിൽ അതപ്പതിക്കുന്ന ദീൻ കൈയൊഴിയുന്ന അവസ്ഥയിലേക്ക് ബിദ്അത്തുകാർ ചെന്നെത്തും. പക്ക നിരീശ്വരവാദത്തിലേക്ക് അവർ അതപ്പതിക്കുന്ന അവസ്ഥയുണ്ടാകും. നേരായ ദീൻ, തെളിവുകൾ കൊണ്ട് സമ്പന്നമായ ദീൻ അവർക്ക് പരിചയമില്ല. അതേ മനുഷ്യന്റെ മനസ്സിന് റാഹത്ത് നൽകുകയുള്ളൂ, സമാധാനം ലഭിക്കുകയുള്ളൂ. അതറിയാത്തവൻ അവന്റെ ഹവയായ ദീനിനെ കൈവിട്ട് നിരീശ്വരവാദത്തിലേക്ക് പോകുകയല്ലാതെ മറ്റൊരു വഴിയുണ്ടാകാത്ത അവസ്ഥത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ബിദ്അത്തിന്റെ മാർഗമെന്ന് പറഞ്ഞാൽ തന്നിഷ്ടത്തെ, തോന്നിവാസത്തെ പിൻപറ്റുന്ന മാർഗമാണ്. ഇതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം, അന്നൽ ഇബ്തിദാഅ മുആനദത്തുൻ ലിശർഇ വമുശാഖത്തുൻ ലഹ്. ബിദ്അത്ത് എന്നത് അല്ലാഹുവിന്റെ ദീനിനോടുള്ള എതിരിടലാണ്, ധിക്കാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മെ സൃഷ്ടിച്ചു, അവന് മാത്രം ഇബാദത്ത് ചെയ്യാൻ നമ്മെ കൽപ്പിച്ചു. ഖുർആനിൽ ഒന്നാമത്തെ കൽപ്പന എന്താണ്? ഏതായത്തിലാണ്? ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ വായിച്ചു തുടങ്ങിയാൽ അള്ളാഹു മുസ്ലിമീങ്ങളോട് മുഅ്മിനീങ്ങളോട് കൽപ്പിക്കുന്ന ഒന്നാമത്തെ കൽപ്പന, ആദ്യത്തെ കൽപ്പന ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഏതാണ് കൽപ്പന? കുട്ടികൾ പറയട്ടെ. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മനുഷ്യരെ, നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുൻപുള്ളവരെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ, അവന് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുവിൻ. ഇതാണ് ഖുർആനിലെ ഒന്നാമത്തെ കൽപ്പന. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം. ആരാധനകളുടെ ഏതേതംശവും അവന് മാത്രം വകവെച്ചു കൊടുക്കണം. ഖുർആനിലെ ഒന്നാമത്തെ വിലക്ക് ഏതാണ്? അതേ ആയത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതേ ആയത്തിൽ തന്നെ ഒന്നാമത്തെ വിലക്ക്, നിരോധനം എന്താണത്? അതേ ആയത്തിൽ തന്നെ പറയും. അജീബു ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെ നിങ്ങളുടെ മുൻപുള്ളവരെ സൃഷ്ടിച്ചവനായ റബ്ബിന് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. ആരാണ് റബ്ബ്? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നവൻ. വസ്സമാഅ ബിനാഅ, ആകാശത്തെ നിങ്ങൾക്ക് മേൽക്കൂരയാക്കി തന്നവൻ. വഅൻസല മിനസ് സമാഇ മാഅ, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു തന്നവൻ. വഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, ആ മഴ വർഷിപ്പിച്ചത് മൂലം ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് കായ്ക്കനികൾ നിങ്ങൾക്ക് ഉപജീവനത്തിനായി ഉൽപ്പാദിപ്പിച്ചു തന്നവൻ. എന്നിട്ട് എന്താ പറയുന്നത്? ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ. നിങ്ങളെ പടച്ച നിങ്ങളുടെ റബ്ബിനെ പറ്റി ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നവരായിരിക്കെ അവനോട് നിങ്ങൾ സമന്മാരെ ചേർക്കരുതേ, അവനോടുള്ള ആരാധനയിൽ ഇബാദത്തിൽ നിങ്ങൾ പങ്കാളികളെ ചേർക്കരുതേ, ശിർക്ക് ചെയ്യരുതേ. അള്ളാഹു ആദ്യമായി വിലക്കുന്ന വിലക്കതാണ്. സഹോദരങ്ങളെ, അപ്പൊ ഈ ആയത്തിൽ അള്ളാഹു ആദ്യം നമ്മോട് കൽപ്പിച്ചത് എന്താണ്? അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം. അള്ളാഹു കൽപ്പിച്ചു. എന്നിട്ട് വെറുതെ അങ്ങ് വിട്ടു നമ്മളോട്, നിങ്ങൾ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യണേ, തോന്നിയ പോലെ ചെയ്തോളിട്ടോ എന്നാണ് അള്ളാഹ് പറഞ്ഞത്. എങ്ങനെ, ഏത് രൂപത്തിൽ, എന്താണ് അതിന്റെ മാനദണ്ഡങ്ങൾ അള്ളാഹു നിർണയിച്ചിട്ടില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ കൃത്യമായി വരച്ചു കാണിച്ചിട്ടില്ലേ? ഇല്ലേ? അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തോളി എന്ന് പറഞ്ഞിട്ട് നമ്മെ അഴിച്ചുവിടുകയാണോ ചെയ്തത്? കൃത്യമായി അള്ളാഹുവിന്റെ റസൂലിലൂടെ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് അള്ളാഹുവിന് വേണ്ടി എങ്ങനെ ഇബാദത്ത് ചെയ്യണം, എങ്ങനെ നന്മകൾ പ്രവർത്തിക്കണം. സൂറത്തുൽ അറാഫിൽ അള്ളാഹു പറഞ്ഞില്ലേ, ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളിലേക്ക് നിങ്ങളുടെ റബ്ബിൽ നിന്ന് ഇറങ്ങുന്നത് എന്താണോ, വഹി, കിതാബ്, സുന്ന, അതിനെ നിങ്ങൾ പിൻപറ്റണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യേണ്ടത്. തോന്നിയതുപോലെയല്ല, ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതുപോലെയല്ല. ഒരാൾക്ക് തോന്നാണ് ഇന്നൊരു സ്വലാത്ത് ഉണ്ടാക്കാം, ഉണ്ടാക്കി. പിന്നെ ഒരാൾക്ക് തോന്നാണ് നാളെ ഒരു ദിക്ർ ഉണ്ടാക്കാം. വേറൊരാൾക്ക് തോന്നുകയാണ് 2 റക്അത്ത് ഒരു നിസ്കാരം ഉണ്ടാക്കാം, മറ്റൊരു നോമ്പുണ്ടാക്കാം. നോക്കൂ, നിങ്ങൾ ഏതൊരു മുസ്ലിമും അംഗീകരിക്കുന്ന കാര്യമല്ലേ, ഐച്ഛികമായ സുന്നത്തായ നിസ്കാരങ്ങൾ പോലും ഇല്ലാത്തതുണ്ടാക്കാൻ ഒരു മുസ്ലിം, സാമാന്യ മുസ്ലിം അനുവദിക്കും. നിസ്കാരത്തിന് മുമ്പും ഫർദ് നിസ്കാരത്തിന് മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ. സുബിക്ക് എത്ര റക്അത്താ? 2 റക്അത്ത്. അപ്പൊ സുബിക്ക് കുറച്ച് നേരത്തെ എണിച്ച ബാങ്കിന് ഇക്കാപത്തിന് കുറച്ചധികം സമയം കിട്ടിയ ഒരാൾ വിചാരിക്കുകയാണ്, ഈ 2ന് പകരം നമുക്ക് 4 ആക്കിയാലോ, അല്ലെങ്കിൽ 3 ആക്കിയാലോ, ഒറ്റമ്മ നിർത്താം, ഒറ്റ ഭയങ്കര ഇഷ്ടമാണല്ലോ റസൂലുള്ളാഹിക്ക് എന്നാരെങ്കിലും പറയലുണ്ടോ? ഉണ്ടോ? ഇല്ല. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകളാണ്. 33 അറിയാതെ അബദ്ധത്തിൽ എണ്ണൊക്കെ തെറ്റലുണ്ട്. ബോധപൂർവ്വം ആരെങ്കിലും എണ്ണം തെറ്റിക്കലുണ്ടോ? 33, 34, 35 ഒക്കെ ആക്കിയിട്ട് ഉണ്ടോ? നോക്കൂ, നിങ്ങൾ ഈ ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾ തന്നെ സമ്മതിക്കുന്ന കാര്യമാണത്. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എന്തെങ്ങൾക്ക് സുബിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം 3 റക്അത്ത് ആക്കിക്കൂടാ എന്ന് നമ്മുടെ നാട്ടിലെ മൗലിദ് ആഘോഷിക്കുന്ന ഒരു സാധാരണ കാക്കാനോട് ചോദിച്ചാൽ എന്താ പറയാ? എടോ, റസൂലുള്ളാഹി 2 നിസ്കരിച്ചു. അത് തന്നെയാണ് സഹോദര മൗലിദ് ആഘോഷിക്കാതിരിക്കാനും ഇത്തരം പുത്തനാചാരങ്ങൾ എതിർക്കാനും ഞങ്ങൾക്കുള്ള ന്യായം. റസൂലുള്ളാഹി കാണിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിൽ അതില്ല. എന്താണ് ആയത്തിന്റെ തുടക്കം? സൂറത്തു സബഇൽ, ഖുൽ ഇൻ ളലൽതു ഫഇന്നമാ അദില്ലു അലാ നഫ്സി. നബിയോട് പറയാൻ വേണ്ടി അല്ലാഹു പറയാണ്,
പറയുക നബിയെ, ഞാൻ വഴികേടിലാവുകയാണെങ്കിൽ അതിന്റെ ദോഷം എനിക്ക് തന്നെയാണ്. വനിഹ്തദൈതു, ഞാൻ ഹിദായത്തിലാകുകയാണെങ്കിൽ ഫബിമാ യൂഹി ഇലയ്യ റബ്ബി, എന്റെ റബ്ബ് എനിക്ക് വഹിയായി തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നന്മയിൽ സഞ്ചരിക്കുന്നത്. അപ്പൊ നന്മയിൽ, ഇബാദത്തിൽ, ദീനിൽ നമ്മൾ സഞ്ചരിക്കേണ്ടത് വഹയിന്റെ അടിസ്ഥാനത്തിലാണ്, കിതാബിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിലാണ്. ശരി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി ബഅദ്. اللهم إنا نسألك خير هذه الليلة وخير ما بعدها ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا. اللهم اجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر يا رب العالمين. സഹോദരങ്ങളെ, ബിദ്അത്തുകാരൻ അവന്റെ ബിദ്അത്ത് കൊണ്ട് എതിരിടുന്നത് അള്ളാഹുവിന്റെ ദീനിനാണ്, ദീനിനെതിരെയാണ്. അവൻ ധിക്കാരം വെച്ച് പുലർത്തുന്നത് അള്ളാഹുവിന്റെ ദീനിനെതിരെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത് അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീല് പതിഞ്ഞ, അവിടുത്തെ കയ്യൊപ്പ് ചാർത്തപ്പെട്ട സുന്നത്തിലൂടെയാണ്, അവിടുത്തെ പിൻപറ്റിയാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് നമുക്ക് തോന്നിയതുപോലെയാകരുത്. ബിദ്അത്തുകാരൻ അവന്റെ ബിദ്അത്തുകളിലൂടെ വാദിക്കുന്നത് എന്താണ്? റസൂലുള്ള ചെയ്തിട്ടുണ്ടോ? സഹാബത്ത് ചെയ്തിട്ടുണ്ടോ? മുൻഗാമികൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ? പരിചയമില്ലെങ്കിൽ എന്താ നമുക്ക് ചെയ്യാൻ പാടില്ല? ഞാൻ നന്മയായിട്ട് മനസ്സിലാക്കുന്നതാണത്. എന്ത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കാക്കാവന്മാർ ചെയ്തിട്ടുണ്ടല്ലോ, ഇതുവരെയുള്ള നമ്മുടെ നാട്ടിലെ പാരമ്പര്യം ഇതാണല്ലോ, നമ്മുടെ പൈതൃകം ഇതാണല്ലോ എന്നൊക്കെ ന്യായം പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിനെതിരെയുള്ള ധിക്കാരമാണത്, എതിരിടലാണത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനായി, ഇബാദത്തായി, നന്മയായി എന്തെങ്കിലും ആചരിക്കാൻ നമുക്ക് വകുപ്പുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അള്ളാഹു ഖുർആനിലൂടെ പറയണം, അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലൂടെ, സ്ഥിരപ്പെട്ട ഹദീസുകളിലൂടെ നമ്മെ അറിയിക്കണം. അതിനെ ആദ്യം കേട്ട സ്വഹാബത്ത്, സലഫു സ്വാലിഹീങ്ങൾ, അവരുടെ മാതൃകയുണ്ടായിരിക്കണം. ഇതല്ലാത്തതൊന്നും ദീനായി, നന്മയായി, ഇബാദത്തായി നമുക്ക് ആചരിക്കാൻ പാടുള്ളതല്ല. അതിനപ്പുറത്ത് ഞാൻ ചെയ്യും, ഞാൻ പ്രവർത്തിക്കുമെന്ന ധാർഷ്ട്യം അള്ളാഹുവിന്റെ ദീനിനെതിരെയുള്ള ധിക്കാരമാണ്, പുറംതിരിയലാണ്. ഇതാണ് ബിദ്അത്ത് കൊണ്ട് സംഭവിക്കുന്ന മറ്റൊരപകടം. എത്ര കാര്യം ഇപ്പോ? എത്ര കാര്യം? 5 കാര്യം. 6ാമത്തെ കാര്യം, അന്നൽ ഇബ്തിദാഅ ഫീ ദീനില്ലാഹി സുബ്ഹാനഹു വ തആല മുലാഹാത്തുൻ മിനൽ മുബ്തദഇ ലിശാരി'. ദീനിൽ ബിദ്അത്തുകൾ ഉണ്ടാക്കുക എന്നത് ദീനിൽ നിയമങ്ങൾ സ്ഥാപിച്ച റബ്ബിനോട് സാദൃശ്യം പുലർത്തലാണ്, റബ്ബിനോട് കിടമത്സരം നടത്തലാണ്. ആരാണ് ദീനിൽ ഇന്നതാണ് നന്മ, ഇന്നതാണ് തിന്മ, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് വിധിക്കുന്നത്? ആരാണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലുമല്ല. അള്ളാഹു നൽകിയ വഹയിന്റെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്മയും തിന്മയും അറിയിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഗവേഷണം കൊണ്ട് പടച്ചുണ്ടാക്കിയതാണ് ഇത്. വമാ യൻഫിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അള്ളാഹു വഹി നൽകിയതിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു വാക്കും അവിടുന്ന് ഉരുവിടുന്നില്ല. അള്ളാഹുവാണ് ദീനിലെ നിയമങ്ങൾ സ്ഥാപിക്കുന്നവൻ, നന്മയും തിന്മയും വിലക്കുന്നവനും കൽപ്പിക്കുന്നവനും അള്ളാഹുവാണ്. ബിദ്അത്തുകാരൻ അള്ളാഹുവിന്റെ ദീനിൽ ഇല്ലാത്ത കാര്യം ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിലൂടെ അള്ളാഹിനെ പോലെ ദീനിൽ പലതുണ്ടാക്കാനും കടത്തിക്കൂട്ടാനും ഒഴിവാക്കാനും എനിക്കും സ്വാതന്ത്ര്യമുണ്ട് എന്ന് വാദിക്കുന്നത് പോലെയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവർക്ക് ബിദ്അത്ത് ഉപേക്ഷിച്ചുകൂടാ? എന്തിനാണ് ദീനില്ലാത്ത കാര്യങ്ങൾ അവർ കൊട്ടിഘോഷിച്ച് കൊണ്ടു നടക്കുന്നത്? എന്തിനാണ്? നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാണിക്കാത്ത ഒരു ബിദ്അത്ത് ചെയ്യുന്ന മനുഷ്യൻ, പണ്ഡിതന്മാർ ചിലർ ചോദിക്കുന്നു, അയാളോട് നിങ്ങൾ ചോദിക്കുക, അലൈസ ഹാദാ ലിസാനു ഹാലിൽ മുബ്തദി' കമാ അന്ന റസൂലുഹു യുസന്നു അന കദാലിക അഫ്അൽ കമാ അന്ന അല്ലാഹ യശ്റഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശറഅാക്കിയതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽ കാണിച്ചതുപോലെ എനിക്ക് തോന്നിയത് ദീനായി ചെയ്യുകയാണ് എന്നതല്ലേ മുബ്തദി ആയ ബിദ്അത്തുകാരൻ വാദിക്കുന്നത്? ബല, അതെ, അവൻ ചെയ്യുന്നത് അങ്ങനെയാണ്. അള്ളാഹു റസൂലുള്ളാഹി ഞാനിത് നന്മയായി മനസ്സിലാക്കുന്നു,
അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ദീനിൽ നന്മ നിശ്ചയിക്കാൻ അവകാശമുള്ളതുപോലെ അല്ലാഹുവിന് മാത്രമാണ് അതിന് അവകാശമുള്ളതുപോലെ എന്നതുപോലെ അവൻ സ്വയം അത് നടപ്പിലാക്കുകയാണ്. ഇത് അല്ലാഹുവിലേക്ക് എന്നെ അടുപ്പിക്കുന്ന ഇബാദത്താണ്, നന്മയാണ് എന്നവൻ വാദിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു ആകട്ടെ അവന്റെ റസൂലാകട്ടെ ഇത് പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ അല്ലാഹുവിന് ദീനിൽ നന്മ നിശ്ചയിക്കാൻ അർഹതയുള്ളതുപോലെ എനിക്കുമുണ്ട് എന്നാണ് അവൻ പറയാതെ പറയുന്നത്. അവനോട് നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ള ചോദ്യം, അം ലഹും ശുറകാ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദൻ ബിഹില്ലാഹ്, അല്ലാഹു സമ്മതം നൽകാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമേ ദീൻ നിയമമാക്കി തരാൻ അല്ലാഹുവിന് നീ പങ്കാളികളെ സ്വീകരിക്കുകയാണോ? അല്ലാഹുവിനോടൊപ്പം അല്ലാഹ് സമ്മതം തരാതെ അള്ളാഹിന്റെ ദീനിൽ നിനക്ക് തോന്നിയതുപോലെ ദീനായി അനുഷ്ഠിക്കാനും ആചരിക്കാനും പടച്ചുണ്ടാക്കാനും അള്ളാഹിനോടൊപ്പം നീ പങ്കാളികളെ ഉണ്ടാക്കുകയാണോ? അള്ളാഹു അതിന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടോ എന്ന് അള്ളാഹു ചോദിച്ചതുപോലെ അവനോട് ചോദിക്കുക. പണ്ഡിതന്മാർ പറയുന്നു, അതുകൊണ്ട് മുസ്ലിമേ ഇഅരിഫ് ഖദ്റക, നീ നിന്റെ അവസ്ഥ എന്താണ്, നിന്റെ വില എന്താണ്, നിന്റെ നില എന്താണെന്ന് മനസ്സിലാക്കണം. അൻത അബ്ദുൻ ലില്ലാഹ്, നീ അള്ളാന്റെ അടിമ മാത്രമാണ്. വളീഫതുക അൻ തഅബുദ അല്ലാ തുശർരിഅ, നിനക്കുള്ള പണി എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ റസൂലിലൂടെ അറിയിച്ചതുപോലെ അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക. അല്ലാഹുവിന്റെ ദീനിൽ ഇല്ലാത്തതുപോലെ അല്ലാഹ്ക്ക് നീ ഇബാദത്ത് ചെയ്യരുത്. ലാ അൻ തഖ്തരിഅ ഇബാദാത്തിൻ വ അഖാഇദ്, ദീനിൽ പുതുതായി ഇബാദത്തുകളും വിശ്വാസങ്ങളും നീ കടത്തിക്കൂട്ടരുത്, കണ്ടെത്തരുത്. തസ്ഉമു അന്നഹാ മുഖർരിബതൻ ഇലൽ ഹഖ് വൽ ഹുദാ, അല്ലാഹുവിന്റെ ദീനിലില്ലാത്ത വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠിച്ച് അത് ഹക്കാണ്, അത് നന്മയാണ് എന്ന് വാദിക്കുകയും അരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ അവിടുന്ന് കാണിച്ചതുപോലെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നതാണ് നിനക്ക് ബാധ്യതയായിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ടൊരു തത്വം കൂടി, അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും മൻഹജ് നമ്മൾ മുറുകെ പിടിക്കണം. വഹിയ അന്നഹും ലാ യസ്കുതൂന അമ്മാ സകത അൻഹു സ്വഹാബ വത്താബിഊൻ. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ സ്വഹാബികളും താബിഈങ്ങളും എവിടെ മിണ്ടാതിരുന്നോ അവിടെ മിണ്ടാതിരിക്കുന്നവരാണ്. എന്നാൽ ബിദ്അത്തിന്റെ ആളുകൾ സ്വഹാബികളും താബിഈങ്ങളും മിണ്ടാതിരുന്നിടത്തോ മിണ്ടുന്നവരാണ്. മൗലിദാഘോഷത്തെപ്പറ്റി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തെപ്പറ്റി സ്വഹാബത്തോ താബിഈങ്ങളോ ഉത്തമ തലമുറക്കാരോ ഈ ഉമ്മത്തിന്റെ അയിമ്മത്തുകളോ ഒരു വാക്കുപോലും മിണ്ടിയിട്ടുണ്ടോ? എന്നാൽ ബിദ്അത്തിന്റെ ആളുകൾ, ഇത് കൊണ്ടാടുന്ന ആളുകളോ, അവർക്ക് പറയാനും അയവിറക്കാനും ഒരുപാട് കഥകളും അഡ്രസ്സില്ലാത്ത വാറോലുകൾ ഉണ്ടാവും. റസൂലുള്ളാഹിയും സഹാബത്തും താബിഈങ്ങളും സലഫു സാലിഹ്കളും മിണ്ടാതിരുന്നോടത്ത് മിണ്ടുന്നവരാണ് ബിദ്അത്തിന്റെ ആളുകൾ. എന്നാൽ അഹ്ലുസുന്ന വൽ ജമാഅ അവർ മിണ്ടാതിരുന്നോടത്ത് അവർ മൗനം അവലംബിച്ചെടുത്ത് മൗനം അവലംബിക്കുന്നവരായിരിക്കും. ഈ വാചകത്തെ വിലയിരുത്തവേ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, സ്വഹാബത്ത് നിന്നിടത്ത് നിൽക്കുക, സലഫു സാലിഹീങ്ങൾ മുൻഗാമികൾ അവർ നിലകൊണ്ടിടത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയാണ് ഖുർആനും സുന്നത്തും അതിൽ നിന്നും തെളിവ് പിടിച്ചത്? കൈഫ കാനൂ യസ്തദില്ലൂൻ, എങ്ങനെയാണ് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഒരു കാര്യത്തിന് അവർ തെളിവ് പിടിച്ചത്? അങ്ങനെയായിരിക്കണം നമ്മൾ തെളിവ് പിടിക്കേണ്ടത്, നമുക്ക് തോന്നിയതുപോലെയല്ല. വബിഅയ്യി ഷൈഇൻ യസ്തദില്ലൂൻ, ഒരു നന്മക്ക് അവർ ഏത് ആയത്ത് കൊണ്ടാണ്, ഏത് ഹദീസ് കൊണ്ടാണ് തെളിവ് പിടിച്ചത്? ഒരു കാര്യം ഹറാമാണ് എന്ന് പറയാൻ അവരേത് ആയത്ത് കൊണ്ടാണ്, ഏത് ഹദീസ് കൊണ്ടാണ് തെളിവ് പിടിച്ചത്? അങ്ങനെ നന്മക്കും തിന്മക്കും അവർ തെളിവ് പിടിച്ച പ്രമാണങ്ങൾ കൊണ്ട് നമ്മൾ തെളിവ് പിടിക്കണം. അവർ തെളിവ് പിടിച്ചതുപോലെ നമ്മൾ തെളിവ് പിടിക്കണം. കൈഫ കാനൂ യതആമലൂന മഅൻ നുസൂസ്, അല്ലാഹുവിന്റെ ഖുർആനും സുന്നത്തും എങ്ങനെയാണ് അവർ നടപ്പിലാക്കിയത്, എങ്ങനെയാണ് അവർ തത്ബീഖ് ചെയ്തത്, അപ്ലൈ ചെയ്തത്, അതുപോലെ നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിൽ അത് കൊണ്ടുവരണം. അല്ലാതെ നമ്മളൊരാൾ ഖുർആന്റെ പരിഭാഷ എടുത്ത് വായിക്കുന്നു, നമ്മുടെ ഭാഷയിൽ മലയാളത്തിൽ, മറ്റൊരാൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എടുത്ത് വായിക്കുന്നു, വേറൊരാൾക്ക് അറബി അറിയാം, അയാൾ ഖുർആൻ അങ്ങോതി അയാളുടെ തലയിൽ ചില കാര്യങ്ങൾ ഉദിക്കുന്നു, അയാൾക്ക് അർത്ഥം അറിയാം, അറബി ഭാഷ അറിയുന്ന അറബി മുൻഷിയാണ്. മൂന്ന് പേർക്കും തോന്നിയതുപോലെ ഖുർആനിൽ നിന്ന് വിധിവിലക്കുകളും അതിലെ അഹ്കാമുകളും അവർക്ക് നിഷ്പന്നമാക്കി അവരുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ? ഉണ്ടോ? ഒരായത്ത് നമ്മൾ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കിയതനുസരിച്ചല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അല്ല, ഈ ആയത്തിന് സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി,
സലഫ് സ്വാലിഹ്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കി, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരെങ്ങനെയാണ് ഇതനുസരിച്ച് അങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. എന്തുകൊണ്ട് അങ്ങനെയല്ല എന്ന് നമ്മൾ പറയുന്നു. സഹോദരങ്ങളെ, അതിലൊരുപാട് ന്യായങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ ആയത്തും ഹദീസും ആകാശ ലോകത്ത് നിന്ന് അല്ലാഹു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാസിതയിൽ, മധ്യസ്ഥതയിൽ ഭൂമിയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൽബിലേക്ക് ഇറക്കി കൊടുക്കുമ്പോൾ ജീവിച്ചിരുന്നവരാരാണ്? ആയത്തും ഹദീസും ഇറങ്ങുന്ന കാലഘട്ടത്തിൽ, വഹി ഇറങ്ങിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ് സ്വഹാബത്ത്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, അന്ന ഫഹ്മഹും അസദ്, അവർ ഖുർആനിനെയും ഹദീസിനെയും മനസ്സിലാക്കിയതാണ് ഏറ്റവും ശരിയായ മനസ്സിലാക്കൽ. അവരുടെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഏറ്റവും ശരിയായ അണ്ടർസ്റ്റാൻഡിംഗ്. അന്ന ഫഹ്മഹും അസഹ്, അവരുടെ മനസ്സിലാക്കലാണ് ഏറ്റവും ശരിയായ മനസ്സിലാക്കൽ. അന്ന ഫഹ്മഹും അഖ്റബു ഇല സ്വവാബ്, അവരുടെ മനസ്സിലാക്കലാണ് ശരിയോട് ഏറ്റവും അടുത്ത മനസ്സിലാക്കൽ. അവർ മനസ്സിലാക്കിയ അതിനപ്പുറത്തൊരു ശരി നമുക്ക് മനസ്സിലാക്കാനുണ്ടോ? അവർ മനസ്സിലാക്കുന്നതിനപ്പുറത്ത് അതിലൊരു പാഠം നമുക്ക് മനസ്സിലാക്കാനുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് സ്വഹാബത്ത്, സലഫു സ്വാലിഹ്യങ്ങൾ അവർ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണമെന്ന് നാം പറയുന്നത്. മദീനയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് സാലിഹ് സിന്ദി ഹഫിളഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ഖുബൂരിയായ ബിദ്അത്തുകാരൻ അയാൾ വന്നിട്ട് പറയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ മദീനത്തെ അവിടുത്തെ റൗള ഷരീഫിനരികിൽ പോയി അവിടുത്തെ ഖബറിനരികിൽ ചെന്ന് അവിടുത്തോട് ഇസ്തിഗാസ ചെയ്യാൻ, അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കാൻ ഖുർആനിൽ തെളിവുണ്ട് എന്നൊരു ഖുബൂരി വന്ന് നിന്നോട് പറയണം. അപ്പൊ എന്താണ് തെളിവ്? സൂറത്തു നിസായിലെ 64-ാമത്തെ ആയത്ത് അതിനുള്ള തെളിവാണ്. എന്നിട്ട് അയാൾ ഓതാണ്, വലൗ അന്നഹും ഇളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ് വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. അവർ സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ച് തിന്മകൾ പ്രവർത്തിച്ച് താങ്കൾ അരികിലേക്ക് വരികയും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയും താങ്കൾ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്താൽ അള്ളാഹുവിനെ പൊറുക്കുന്നവനായും തൗബ സ്വീകരിക്കുന്നവനായും കാരുണ്യവാനായും അവർക്ക് കണ്ടെത്താം. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്ന് തങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യണേ എന്ന് ഇസ്തിഗാസ ചെയ്ത് ചോദിക്കാമെന്ന് അള്ളാഹു ഈ ആയത്തിൽ പറയുന്നു. എന്നൊരു കുബൂരി വന്ന് പറയാൻ എന്താ നമ്മൾ മറുപടി പറയാം? ഞാൻ ഈ പറഞ്ഞ സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കേണ്ടതിന്റെ പ്രാധാന്യം സൂചിപ്പിക്കാൻ ഷെയ്ഖ് ഒരു ഉദാഹരണം പറഞ്ഞാണ്. യാ ലല്ലാഹിൽ അജബ്, എന്തൊരത്ഭുതമാണിത്. മനുഷ്യ, നീ ആയത്ത് കേൾക്കുമ്പോൾ നിന്നോടൊരു കുബൂരി വന്ന് ഈ ആയത്തോതി അർത്ഥം പറയുമ്പോൾ നീ അവനോട് ചോദിക്കണം, നീ ഇത് മനസ്സിലാക്കിയതുപോലെയാണോ നിനക്ക് മുമ്പുള്ളവർ മനസ്സിലാക്കിയത്? അതല്ല നീ ആദ്യമായിട്ടാണോ ഈ ആയത്ത് ഇപ്പോൾ നിനക്കിറങ്ങുന്നതാണോ? ഇതിനു മുമ്പ് നിന്നേക്കാൾ മുമ്പ് കേട്ടവരില്ലേ? ഉണ്ട്. അവരിൽ അബൂബക്കർ ഇല്ലേ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് ഇല്ലേ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഇല്ലേ, അലി ബിൻ അബി ത്വാലിബ് ഇല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 10,000-കണക്കിന് സഹാബത്തില്ലേ? അവരാരെങ്കിലും ഈ ആയത്തിനെ നീ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടോ? നീ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കി. എന്തിനാണിത്? അള്ളാഹിന്റെ അടുത്ത് നിന്ന് ഇസ്തിഗ്ഫാർ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിന്നെക്കാൾ അള്ളാഹുവിന്റെ പാപമോചനത്തിന് ആഗ്രഹിച്ചവരല്ല അവർ. അതല്ല, നീ അവരെക്കാൾ അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് എളുപ്പം കിട്ടാൻ വേണ്ടി പോംവഴി കണ്ടെത്തുന്നതിനാണെന്നാണോ നിന്റെ വിചാരം? അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിനേക്കാൾ അള്ളാഹിന്റെ മഗ്ഫിറത്ത് ആഗ്രഹിച്ചവർ മറ്റാരുണ്ട്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി ഇസ്തിഗാസ ചെയ്ത് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കാൻ അത് ദീനിലുണ്ടെങ്കിൽ അവരായിരിക്കില്ലേ നിന്നെക്കാൾ ഏറ്റവും തൽപരരായിട്ടുണ്ടാവുക? പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അവരുടെ മുമ്പിൽ അവർ കണ്ടിരിക്കെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ ആരെങ്കിലും ഒരാൾ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹിന്റെ ഖബറിൽ പോയി, യാ റസൂലല്ലാഹ് ഇസ്തഗ്ഫിർ ലി റബ്ബിക്, അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യണേ, ഇശ്ഫഅ ലി ഇൻദ റബ്ബിക്, അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യണേ എന്ന് റസൂലുള്ളാഹിന്റെ ഖബറിനടുത്ത് പോയി തേടിയിട്ടുണ്ടോ? സ്വഹാബത്ത് ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ? എന്താണ് ഉത്തരം? ചെയ്തിട്ടില്ല. സ്വഹാബത്തിൽ നിന്നൊരു രേഖയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അപ്പൊ ഈ സംഭവത്തിന്റെ വെളിച്ചത്തിൽ ഓരോ ആയത്തും ഹദീസും നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്.
അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്താണ് അവരാണ് അതിനാദ്യം കേട്ടത്, അവരാണ് അതിനാദ്യം മനസ്സിലാക്കിയത്. അവർ പറഞ്ഞെടുത്ത് സംസാരിക്കുക, അവർ മിണ്ടാതിരുന്നിടത്ത് മിണ്ടാതിരിക്കുക. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, അവർ സ്വന്തം നഫ്സിന് എന്താണോ തൃപ്തിപ്പെട്ടത് അത് നീ നിന്റെ നഫ്സിന് തൃപ്തിപ്പെടുക. അവർ ചെയ്തത് എന്താണോ അത് ചെയ്യുക, അവർ ചെയ്യാത്തത് എന്താണോ അത് ചെയ്യാതിരിക്കുക. ഫഇന്നഹും അൻ ഇൽമിൻ വഖഫു, അവർ നിന്നത്, അവർ മൗനം അവലംബിച്ചത് അള്ളാഹുവിന്റെ ദീനിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിലാണ്. വബിബസറിൻ നാഫിദിൻ കഫു, ദീനിന്റെ അറിവിന്റെ ഉൾക്കാഴ്ച കൊണ്ടാണ് അവർ മൗനം അവലംബിച്ചതും ചില കാര്യങ്ങൾ ചെയ്യാതെ തടഞ്ഞു വെച്ചതുമെല്ലാം. അതുകൊണ്ട് അവർ നിന്നിടത്ത് നിൽക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. സഹോദരങ്ങളെ, ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കാം. എന്തുകൊണ്ടാണ് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ കണിശമായും സ്വഹാബത്തും താബിഈങ്ങളും താബിഈങ്ങളും അവരാ മാർഗത്തിൽ നിലകൊണ്ടതുപോലെ നിലകൊണ്ടാലേ സത്യമതാവൂ, അതുമാത്രമാണ് സത്യമെന്ന് എന്തിനാണ് ഇത്ര കണിശമായി സലഫികൾ പറയുന്നത്? ചില ആളുകൾ സലഫികൾക്കെതിരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപമാണ് എന്തുകൊണ്ട് ഖുർആനും സുന്നത്തും സലഫുകൾ മനസ്സിലാക്കിയതുപോലെ തന്നെ മനസ്സിലാക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിന് പ്രധാനപ്പെട്ട ചില ഉത്തരങ്ങളുണ്ട്. അതുകൂടി ഞാൻ നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് ഓടിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ബിദ്അത്തും സുന്നത്തും വേർതിരിക്കുന്ന ദീനിന്റെ കൃതകൃത്യമായ ഒരേ ഒരു മാർഗം വ്യക്തമാകുന്ന പ്രധാനപ്പെട്ട മനഹജാണിത്, വഴിയാണത്. ദീനിലെ നെല്ലും പതിരും വേർതിരിക്കുന്ന അളവുകോലാണ്, ഒരേ ഒരു മാനദണ്ഡമാണിത്. അതിനാണ് മൻഹജു സലഫ് എന്ന് പറയുക. അതിനൊന്നാമത്തെ ഉത്തരം, എന്തുകൊണ്ട് സ്വഹാബത്ത് ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയതുപോലെ സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണമെന്ന് വാശി പിടിക്കുന്നു? ഒന്നാമത്തെ ഉത്തരം, അന്നഹും അഅലമുൻ നാസി ബിൽ കിതാബി വസുന്ന, ഖുർആനും സുന്നത്തും മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി അറിയുന്നവരാരാണ്? സ്വഹാബത്താണ്. കാരണം അത് ഇറങ്ങുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ് അവർ. ഖുർആനും സുന്നത്തും നമ്മൾ പറയുന്നത് മെഡിക്കൽ സയൻസിനെ കുറിച്ചല്ല, എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തെക്കുറിച്ചല്ല, ആധുനികമായ ടെക്നോളജിയെ കുറിച്ചൊന്നുമല്ല. അതിന്റെ കുത്തക ഏറ്റെടുക്കുന്ന ആരുമുണ്ടാകട്ടെ, ഖുർആനും സുന്നത്തും അതിറങ്ങിയ കാലഘട്ടത്തിൽ അതിനെ സ്വായത്തമാക്കിയ സ്വഹാബത്തിനേക്കാൾ അതിനെക്കുറിച്ച് അറിവുള്ള ആരാണുള്ളത്? അതുകൊണ്ട് അവർ മനസ്സിലാക്കിയതുപോലെ ഖുർആനും സുന്നത്തും നമ്മൾ മനസ്സിലാക്കും. ഇതാണ് ഒന്നാമത്തെ ഉത്തരം. ഞാനത് വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ ഉത്തരം, അന്നഹും അബറുൽ ഉമ്മത്തി ഖുലൂബൻ, ഈ ഉമ്മത്തിലെ ഏറ്റവും സംശുദ്ധരായ ഹൃദയത്തിനുടമകളാണവർ. അള്ളാന്റെ റസൂലിന്റെ സ്വഹാബത്താകാൻ തെരഞ്ഞെടുത്തവരാണവർ. ഹദീസുകളിൽ വ്യക്തമായതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുനാവിലൂടെ സർട്ടിഫിക്കേഷൻ നൽകിയവരാണവർ. എന്തെന്ന്? ഖൈറുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ. കർണി, എന്റെ തലമുറ, സ്വഹാബത്ത് ജീവിച്ചിരിക്കുന്ന തലമുറ. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരെ തുടർന്ന് വരുന്ന സ്വഹാബത്തിന്റെ ശിഷ്യന്മാർ ജീവിച്ച താബിഈങ്ങളുടെ തലമുറ. സുമ്മല്ലദീന യലൂനഹും, സ്വഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച താബിഈങ്ങളുടെ ശിഷ്യന്മാരായി പിന്നീട് വന്ന താബിഈങ്ങളുടെ തലമുറ. ഈ മൂന്ന് തലമുറകൾ, സ്വഹാബത്ത്, താബിഈങ്ങൾ, താബിഈങ്ങൾ, ഇവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുനാവ് കൊണ്ട് പറഞ്ഞു ഖൈറുന്നാസ്, ഉത്തമർ എന്ന് അവിടുന്ന് വിശേഷിപ്പിച്ചു. അവരെക്കാൾ ഉത്തമരായ മറ്റാരാണ് അവർക്ക് ശേഷമുള്ളത്? ഉണ്ടോ? ഇവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സലഫുകൾ എന്ന് പറയുന്നത്. സലഫുകൾ, അവരുടെ മാർഗം പിൻപറ്റുന്നവരെ കുറിച്ചാണ് സലഫികൾ എന്ന് പറയുക. അതൊരു സംഘടനയുടെയോ ഗ്രൂപ്പിന്റെയോ പാർട്ടിയുടെയോ കക്ഷിയുടെയോ പേരല്ല. ഈ മാർഗത്തിൽ അണിനിരക്കുന്ന ഏതൊരുത്തനും അർഹിക്കുന്ന വിശേഷണമാണ് സലഫി എന്നത്. അതുകൊണ്ട് ഈ ഉമ്മത്തിലെ ഏറ്റവും ഉത്തമർ അവരാണ്. അതുകൊണ്ടാണ് അവർ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണമെന്ന് നമ്മൾ പറയുന്നത്. മൂന്നാമത്തെ ഉത്തരം, അന്നഹും അഅലമുൻ നാസി ബിലുഗത്തിൽ അറബ്, ഖുർആനും സുന്നത്തും ഇറങ്ങിയ അറബി ഭാഷ ഏറ്റവും നന്നായി മനസ്സിലാക്കിയവരാരാണ്? അറബികളായ സ്വഹാബത്താണ്. സ്വഹാബികളെക്കാൾ അറബി അറിയുന്ന ആരാളുള്ളത്? സലഫുകളെക്കാൾ അറബി അറിയുന്ന ആരാണുള്ളത്? എന്നിട്ടാണ് അനറബിയായി ജനിച്ച, പിന്നീട് അറബി പഠിച്ച, അത് തന്നെ പരിഭാഷകളിലൂടെ ചെകഞ്ഞ് ഇന്റർനെറ്റിനെ മുഫ്തിയായി സ്വീകരിച്ച് സോഷ്യൽ മീഡിയയിലും നവമാധ്യമങ്ങളിലിരുന്ന് ദീനിന്റെ മേലിൽ നാവിട്ടടിക്കുന്ന റോയ്ബിളമാറായി റസൂലുള്ളാഹിന്റെ ഹദീസിൽ പറഞ്ഞു, അർറജുലു താഫിഹ് യതകല്ലമു ഫി അംറിൽ ആമ, ഉമ്മത്തിന്റെ വിഷയത്തിൽ, ദീനിന്റെ പൊതുവിഷയങ്ങളിൽ നാക്കിട്ടടിക്കുന്ന അന്തസാര ശൂന്യരായിട്ടുള്ള മുറിവൈദ്യന്മാർ, ദീനിന്റെ പേരിൽ ചിലക്കുന്നവർ മുഫ്തികളായി ചമയുന്ന രംഗം
നമ്മുടെ നാട്ടിൽ അരങ്ങ് തകർക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഈ ദീനിനെ, ഇതിന്റെ ഭാഷയെ, അതുപോലെ തന്നെ അതിന് മനസ്സിലാക്കാനുള്ള സംശുദ്ധമായ ഹൃദയത്തെയെല്ലാം ഏറ്റവും സമ്പന്നമായി അടക്കി ഭരിച്ചവർ, അള്ളാഹു കനിഞ്ഞവർ സ്വഹാബത്താണ്. എന്തുകൊണ്ട് അവർ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണമെന്ന് നമുക്ക് വാശി പിടിച്ചുകൂടാ? ഇതാണ് സലഫു സ്വാലിഹീങ്ങളുടെ മാർഗത്തെ, മൻഹജു സലഫിനെ ബിദ്അത്തും സുന്നത്തും വേർതിരിക്കാൻ, ദീനിന്റെ നെല്ലും പതിരും വേർതിരിക്കാൻ മാനദണ്ഡമായി സ്വീകരിക്കണമെന്ന് പറയുന്നതിന്റെ ഗൗരവവും പ്രസക്തിയും ഞാൻ അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.